നമ്മുടെയൊക്കെ പാരമ്പര്യമായിട്ട് എല്ലാം ദേവികളാണ്. നമ്മുടെ എല്ലാ നാട്ടിലും അത് ഏത് ദേവിയാണെന്നുള്ളതിനും പ്രാധാന്യമൊന്നുമില്ല. അമ്മ എന്ന് വിളിക്കുമല്ലോ നമ്മൾ. അപ്പൊ എൻ്റെ കുലദേവത എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അത് എൻ്റെ നാട്ടിന് തൊട്ടടുത്തുള്ള ഇപ്പം ചുഴലി ഭഗവതി എന്നാണ് എൻ്റെ കുലദേവത. അങ്ങനെ ഭഗവതി നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. ആ ലോക്കലായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ദേവിയുടെ സങ്കല്പമാണ്. അത് മാറിപ്പോയത് കൊണ്ടോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രം ഏതാണോ അവിടെയാണ് നിങ്ങളുടെ കുലദേവത. ഏതെങ്കിലും ജ്യോതിഷി ജാതകം നോക്കിയിട്ട് ഗുരുവായൂരപ്പന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതിനെ ഈ അല്ല, ജാതകപ്രകാരം ദോഷം ഇടുന്ന വരിക കുലദേവൻ, നമ്മുടെ നാട്ടിലുള്ള ദേവത. അത് എൻ്റെ പൗർവികന്മാർ അതിലുണ്ടായിരുന്നോ, എപ്പോഴാ ക്ഷേത്രം വന്നൊന്നും നമുക്ക് നശിച്ചു പോയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുക. നിങ്ങൾ വിവാഹം കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ അമ്മ ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാ? ആരാണോ എൻ്റെ കുടുംബത്തിൽ ഭക്ഷണം തരുന്നത് മൂത്ത സ്ത്രീ. ഇപ്പം അടുത്ത കാലത്ത് ഒരാൾ ജ്യോതിഷം എന്നോട് ചോദിക്കാൻ പറഞ്ഞു. പ്രശ്നം പറഞ്ഞ സമയത്ത് ഞാൻ ഉടനെ പറഞ്ഞത്, നിങ്ങളുടെ ഡേറ്റും പ്ലേസും ഒക്കെ എനിക്ക് അയച്ചു തരാം, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മുതിർന്ന സ്ത്രീയുടേതും എനിക്ക് അയച്ചു തരാം. എന്തിനാ അങ്ങനെ ചോദിച്ചത്? എവിടെയോ എനിക്കൊരു സംശയം ഉണ്ടായി, ഇദ്ദേഹം വിവാഹിതനല്ല. സാധാരണ ചോദിക്കേണ്ടത് ഭാര്യയുടെ അയച്ചു തരണമെന്നാണ്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. എന്തോ ആദ്യമായിട്ട് വിളിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയുടെ അയച്ചു തരാം. അയച്ചു വന്നു. ധർമ്മപുരി എന്നാണ് സ്ഥലം. തമിഴ്നാട് ധർമ്മപുരിയാണോ, മഹാരാഷ്ട്ര ധർമ്മപുരിയാണോ, കർണാടക ധർമ്മപുരിയാണോ, ആന്ധ്രയാണോ? അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് അവർ ഈ എന്തിനാ ചോദിക്കുന്നത്? ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അറിയാനാണ്. പണ്ട് നമ്മുടെയൊക്കെ കുലദേവതയാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്. അതാണ് ഒറിജിൻ. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ സംഭവം. ഇന്ന് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എവിടെയാ? ഞാൻ എവിടെയാണോ ഉള്ളത്. മനസ്സിലായോ? എൻ്റെ റെഫറൻസ് എന്താവണം? ഞാനിപ്പോൾ കേരളത്തിലുള്ള ഒരാളാണ്. എൻ്റെ കുല ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോയാൽ പരശുരാമ ഗോത്രം എന്നാ പറയാം. എൻ്റെ ഗോത്രം ഏതാണെന്ന് എനിക്കറിയോ? നമുക്ക് ആർക്കും ഗോത്രം അറിയോ? ഞാൻ ഇപ്പോൾ പരശുരാമ ഗോത്രം ഒന്നും. പരശുരാമന്റെ നാട്ടിലല്ലേ ഞാൻ ജനിച്ചിരിക്കണേ. എന്തെങ്കിലും പറയണല്ലോ അല്ലേ? എന്തുറപ്പില്ല പറയണേ. അതെ. അപ്പൊ ഞാൻ താമസിക്കുന്ന എവിടെയാ? ആന്ധ്രയിലാണ്. ആന്ധ്രയിൽ ഗോദാവരി പാർശ്വ എന്നാണ്. അപ്പൊ എന്റെ ചൊല്ലുമ്പോ എന്താ വരിക? ഗോദാവരി പാർശ്വേ പരശുരാമ ഗോത്രേ എന്ന് പറഞ്ഞപ്പോ എനിക്കെന്താ? നീ നിങ്ങൾ സീരിയലിലേ കാണുള്ളൂ അഡ്രസ്സ് നമ്പിയിട്ട് ഭഗവതി നടക്കണത്. ഭഗവതിക്ക് അഡ്രസ്സ് തപ്പി നടക്കേണ്ട വല്ല കാര്യമില്ല. നമ്മള് കുറ്റിയടിക്കുക എവിടെയെങ്കിലും. ഇതാണ് എൻ്റെ സെന്റർ. ആ സെന്ററാണ് എൻ്റെ ലോകം. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യം.